ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മിറ്റി യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതിൽ ചില നിർദ്ദേശങ്ങൾ, ചില തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ചെയർമാൻ നമുക്ക് എടുത്ത തീരുമാനങ്ങൾ, ആലോചനയിൽ വന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഒഫീഷ്യലായിട്ടാണ് വിളിച്ചിട്ടുള്ളത്, ഔദ്യോഗികമായിട്ടാണ്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ നമ്മുടെ പരമാവധി മോട്ടോർ തൊഴിലാളികളെ, അതോടൊപ്പം തന്നെ ഓട്ടോ തൊഴിലാളികളെ പ്ലസ് അതിൻ്റെ ഓണേഴ്സിന് മറ്റേതെല്ലാം വിപുലീകരിച്ചുകൊണ്ട്, കാരണം എന്താ വെച്ചാൽ നമ്മളെ പരിഷ്കരണം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് അന്ന് വിപുലീകരിച്ച് വെച്ചത്. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയുകൊണ്ട് തന്നെ എന്നാൽ റിവ്യൂ നടത്തണം. ഒരു പരിഷ്കരണം നടപ്പാക്കി കഴിഞ്ഞാൽ അത് റിവ്യൂ വേണമല്ലോ, എങ്ങനെയുണ്ടെന്ന്. ചില വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിളിച്ച പോലീസ് മേധാവികൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പൊതുമരാമത്തിൻ്റെ, അതോടൊപ്പം തന്നെ അതിൽ കുറച്ചും കൂടി ഞങ്ങളൊരു ജനാധിപത്യ ബോഡി എന്നുള്ള എനിക്ക് ഞങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി, സത്യത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിനെ വിളിക്കേണ്ട കാര്യമില്ല, പക്ഷേ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും കൂടി ഇന്ന് വിളിച്ചിട്ടാണ് നമ്മളത് കാര്യങ്ങൾ റിവ്യൂയിൽ വളരെ സന്തോഷത്തോടു കൂടി ഇപ്പോഴത്തെ നിയമപാലകർ, പോലീസ്, ഫയൽത്തെ SI ജയൻ സാറൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടായിരുന്നു പ്രതികരിച്ചു. കാരണം നമ്മുടെ ടൗണിലെ ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ബുദ്ധിമുട്ടിയിരുന്ന എല്ലാ ശ്വാസം മുട്ടലുകളും ടൗണിലെ വലിയൊരു ബ്ലോക്കുകളും ഇപ്പോൾ തീർന്നു. ഞങ്ങൾക്ക് സത്യത്തിൽ പോലീസിൽ കുറച്ച് ആശ്വാസമായി എന്ന് അവർ ഭാഗത്തുനിന്ന് പറഞ്ഞു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു പരിഷ്കരണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായിരുന്നാലും ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് ആക്ഷേപങ്ങൾ പലതും വന്നിട്ടുണ്ട്. ഞങ്ങൾ കൂടുന്നതിൻ്റെ മുന്നേ ഇവിടുന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ ഹമീദും ടീമൊക്കെ ഇവിടെ വന്ന് അവിടുത്തെ കച്ചവടക്കാരെ സംബന്ധിച്ച് അവരുടെ കാര്യത്തിൽ വളരെയധികം പ്രയാസമുണ്ട്. കച്ചവടം പൂർണ്ണമായിട്ട് നിന്നു എന്നുള്ള, അപ്പോൾ ഹമീദിൻ്റെ അടുത്ത് പറഞ്ഞു പൂർണ്ണമായിട്ട് നിന്നിട്ടൊന്നുമില്ലെങ്കിലും കച്ചവടം കുറച്ച് കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ കച്ചവടം കുറച്ച് കുറഞ്ഞപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ടൗണിൽ തന്നെ നമുക്ക് എന്തുണ്ടായി, മറ്റ് മേഖലകൾക്ക് ഇപ്പോൾ തന്നെ അകാവ് തൊട്ടിട്ട് ഇപ്പോൾ മണവാട്ടി വരെയുള്ള കച്ചവടം കുറച്ചും കൂടി വികേന്ദ്രീകരിച്ച് പോയി. അവരേറെ ഹാപ്പിയാണ് ഇനി എന്നുള്ളതാണ് ഉള്ളത്. അതുമാത്രമല്ല അവർ പറഞ്ഞ കാര്യത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ അവർ സംസാരിച്ചു. വ്യാപാര വ്യവസായ ഹമീദ് പറഞ്ഞു ഏതെങ്കിലും ഒരു ബസ്, അവരെന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ പാലക്കാട് ബസ്സിനെ അവർ കുറച്ച് വെയിറ്റിംഗ് ബസ്സിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഉടമസ്ഥരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജീവനക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതും തിരിച്ച് മികലയുടെ അവിടെ തിരിച്ചു വരണം എന്നുള്ളൊരു ആവശ്യം. ഞാൻ പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളിതിലൊന്നും അഹങ്കാരത്തോടു കൂടി പറയാം. നമ്മളിപ്പോൾ ഒരു സംവിധാനം, കുറേ സംവിധാനങ്ങളും തിരിക്കലും ഒക്കെ നമ്മൾ ഏർപ്പെടുത്തി, എല്ലാ ബസ്സുകളും ഇവിടെ ഏർപ്പെടുത്തി. പക്ഷെ അതെല്ലാം നമുക്ക് പൊളിഞ്ഞു. സ്വാഭാവികമായിട്ട് ഓണേഴ്സിന് നമ്മൾ കുറ്റം പറയുന്നില്ല, ജീവനക്കാർക്ക് സമയം കിട്ടായ്മ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സെൻട്രൽ തിരിക്കുന്നു, ഹൈസ്കൂൾ റോഡിന് തിരിക്കുന്നു. തിരിക്കാൻ പാടില്ലാത്ത എല്ലാ ഭാഗങ്ങളും തിരിച്ച് വലിയൊരു വിഷയം വന്നപ്പോഴാണ് നമ്മൾ രണ്ടാമത് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ആ കാര്യത്തിൽ ഭയങ്കര പ്രയാസം തോന്നുന്നുണ്ട്, ആശങ്ക തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മേഖലയിലത്തെ ബസ്സുകാരെ വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലയിലത്തെ പെരുന്നമണ്ണക്കാരിൽ പിന്നെ ഒറ്റപ്പാലത്തേര് മണ്ണാർക്കാട് എല്ലാവരും വരും. അപ്പോൾ പഴയ രീതി വരും, നമുക്ക് ചെറുപ്പശ്ശേരിന് ശ്വാസം മുട്ടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നമുക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ റിവ്യൂ എന്നുള്ളതിലേക്ക് ഈ പരിഷ്കാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് റിവ്യൂയിൽ വന്നത്. ഈ നിലവിലുള്ള ഈ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നതിനോടൊപ്പം 1-2 ബസ്സുകൾ മാത്രം സമയബന്ധിതമായി ഇതിലെ വഴി തിരിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. അതെ, റെഗുലേറ്ററി കമ്മിറ്റിയിലല്ല ഇത് കൊണ്ടുവന്നത്, വ്യാപാരികളാണ്. അവർക്ക് കച്ചവടത്തിൻ്റെ ഒരു കുറവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുവന്നത്. അഭിപ്രായങ്ങൾ വരുമല്ലോ, സ്വാഭാവികമാണ്. അത് മാത്രമല്ല ചില പുറമേ നിന്നുള്ള ഇപ്പോൾ കൗൺസിൽ യോഗം കൂടിയപ്പോൾ പുറമേ നിന്നപ്പോൾ കൗൺസിൽ യോഗത്തിൽ തന്നെ ഇസാക്കും കൂട്ടക്കാർക്ക് പറഞ്ഞു അവിടുത്തെ കടകളിലെ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് പ്രയാസങ്ങളുണ്ട്, 10 റുപ്യ അധികം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളത് മാനിച്ചു. 10 റുപ്യ അധികം കൊടുക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ അത് ശരിയാണ്. കാരണം നമ്മുടെ കടകളുടെ തൊഴിലാളികൾ നമ്മൾ 5,000, 6,000, 7,000 ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിനും 10 റുപ്യ, 19, 20 രൂപ എന്നൊരു പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽസ് മുഴുവൻ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പുതിയ സംവിധാനത്തിന് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയിട്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരണം. അവരിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ സൗജന്യമായി കഴിഞ്ഞ പ്രശ്നമില്ല. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പുതിയ ബസ് സ്റ്റാൻഡിൽ തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ യാത്രക്കാർക്ക് വളരെ സൗകര്യം. ഇത് നടപ്പാക്കിയതാണ്, പെരുന്തൽമണ്ണ നടപ്പാക്കി വിജയിച്ചു, സഹകരിക്കുന്നു. അപ്പോൾ അവരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരായിട്ടൊന്ന് അവിടുത്തെ ബസ് ഉടമകളായിട്ട് ജീവനക്കാരായിട്ടും കൂടി ബസ് ഉടമ ജീവനക്കാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നമ്മളായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൂടി അവർ നമ്മളായിട്ട് സഹായിക്കുമെന്ന് ഉറപ്പുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ വന്നുള്ള ഇത്. പിന്നെ മറ്റു കുറേ കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ സിഗ്നൽ നടപ്പാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുണ്ട്. അവർ ഓരോ വിഭാഗം ഉണ്ട്. ഒരു AE സംബന്ധിച്ച് അവരുണ്ടായിരുന്നു, PWD AE, അതൊന്ന് ഉടനടി ചെയ്യണം. പിന്നെ രണ്ടാമതൊരു വിഷയം ഞങ്ങൾക്ക് വന്നത് ഒരു ജാഗ്രത കമ്മിറ്റി
കൂടാൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനാണ് ജാഗ്രതാ കമ്മിറ്റി കൂടുന്നത്? ഇപ്പോൾ ഭിന്നശേഷി മറ്റേ ഒരു രക്ഷിതാവ് ഇപ്പോൾ അടുത്ത ദിവസം ഇവിടെ വന്നു, നമ്മുടെ ക്യാബിനിൽ വന്നിട്ട് വളരെ പ്രയാസത്തോടു കൂടി അവർ പറഞ്ഞില്ലാണെങ്കിൽ ആ കുട്ടീനൊക്കെ അവരെ ബസ് യാത്ര ചെയ്യുമ്പോൾ ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ചൊരു കണ്ടക്ടർ കുറച്ച് മോശമായി പെരുമാറുന്നു. സത്യത്തിൽ ആ കണ്ടക്ടറിനും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിയിൽ പെട്ടെന്ന് കാണുമ്പോൾ ആ കുട്ടി ഒരു ഭിന്നശേഷി കുട്ടിയല്ല എന്ന്, മാനസിക പരിമിതിയുള്ള കുട്ടിയല്ല എന്ന് തോന്നും. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. പക്ഷേ എന്നിരുന്നാലും മാത്രം കുട്ടികളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ റഫായിട്ട് രക്ഷിതാക്കളെത്തി പറയുന്നത് ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രശ്നം സംസാരിച്ച് തീർത്ത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വന്നു, നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെ ബഹുമാനപ്പെട്ട ജെംസി എന്നെ പറഞ്ഞു, എന്ത് പറഞ്ഞു, നമുക്കൊരു ഇവരൊക്കെ ഒരു ബോധവൽക്കരണ ക്ലാസ് വേണം. എന്തിന്? നമ്മുടെ ഇങ്ങനെയുള്ള ഡ്രൈവർമാരുടെ ഇടപെടൽ, കണ്ടക്ടർമാരുടെ ഇടപെടൽ, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇടപെടൽ അവർ കാണിച്ചിട്ടാവില്ല. എന്നാലും കുറച്ചും കൂടി നഗരസഭ കുറച്ചും കൂടി ഒരു എല്ലാ കാര്യത്തിലും ഇടപെടണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരെടുത്ത് ഒരു ബോധവൽക്കരണ ക്ലാസ് സ്വന്തമായിട്ട് ആരോ കൊടുക്കേണ്ടത്? പോലീസുകാർ കൊടുക്കണം, പ്ലസ് മോട്ടോർ തൊഴിലാളി. അപ്പോൾ അതിനെ 26-ാം തീയതി ഒരു ക്ലാസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, ബോധവൽക്കരണ ക്ലാസ്. ഈ നിലവിലുള്ള ട്രാഫിക് പരിഷ്കരണത്തിൽ നഗരസഭയും ജനങ്ങളും പൂർണ്ണ തൃപ്തരാണെന്ന് തോന്നിയോ? സന്തോഷത്തോടു കൂടി പറയാം. ചെറുപ്പശ്ശേരിയിൽ നമ്മളെല്ലാവരും, ഞാനിപ്പോൾ വൈകുന്നേരത്തെ ഞാനും സച്ചൊക്കെ നടന്ന് ഇങ്ങനെ പോകുന്ന എന്തെങ്കിലും അപാകതകളുണ്ടോ? ഒരാക്ഷേപവും ഇല്ല. എന്ന് മാത്രമല്ല അവിടെയുള്ള പല കച്ചവടക്കാരും, ഞാൻ പേര് പറയുന്നത്, വളരെ കച്ചവടക്കാരും കുറേ കാലമായിട്ട് ഈ പുതിയ ബസ് സ്റ്റാൻഡ് വന്ന കാലഘട്ടം തന്നെയായിരുന്നു. ഇതിലെന്നറിയാം, ഇതിലൊക്കെ കുട്ടിയുള്ള സമയത്തായിരിക്കും ആ കച്ചവടക്കാർ വലിയൊരു പ്രതിഷേധത്തിലാണ്. കാരണം ഇവിടേക്ക് ബസ് സ്റ്റാൻഡ് കൊണ്ടുപോയി പറഞ്ഞിട്ട്, കാരണം അന്ന് മുതലേ അവർക്ക് എന്തുണ്ട്, അവിടെയൊക്കെ എത്രയോ കെട്ടിടങ്ങൾ കെട്ടിയിട്ട് കിടക്കുന്ന സമുച്ചയങ്ങളുണ്ട്. ആ ഉടമസ്ഥരൊക്കെ ഇപ്പോൾ എന്നെ അറിയുന്നത് കുറച്ച് കാശ് കെട്ടിയിട്ടാണ് കിട്ടുക. അവരൊക്കെ എത്രയോ സമുച്ചയങ്ങൾ കോടിക്കണക്കിന് രൂപ കിട്ടിയിരുന്നു. പക്ഷെ അതിങ്ങനെ ഉറങ്ങിക്കിടക്കുക. അപ്പോൾ എന്തുണ്ട്, അപ്പോൾ അവർക്കൊക്കെ വളരെ ഹാപ്പി. ചെറുതായിട്ട് ഒരു കച്ചവടങ്ങൾ, എന്നാലോ വലിയ കച്ചവടക്കാരും നല്ല സാമിയയ്ക്ക് പോകണം സാമിയയ്ക്ക് പോകും, ലാമിയയ്ക്ക് ഉണ്ടോ ലാമിയയ്ക്ക്, കവിതയ്ക്ക് പോകണം കവിതയ്ക്ക് പോകും. അങ്ങനെയുള്ള ഹൈസ്കൂൾ ഇവിടെ ഉണ്ട്, ആശുപത്രി ഇവിടെ ഉണ്ട്, എല്ലാ ബാങ്ക് കോംപ്ലക്സും ഇവിടെ. അപ്പോൾ പിന്നെ അതിനൊരു കച്ചവടക്കാർ അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥമില്ല. പക്ഷെ നമ്മുടെ ഒരു വിശാല മനസ്സല്ലേ എല്ലാവർക്കും വേണ്ട. കുറേശ്ശെ വികേന്ദ്രീകരിച്ച് കൊടുക്കുന്നില്ല. അവരൊക്കെ ഈ ടൗണും വികേന്ദ്രീകരിച്ചു. അങ്ങനെയാണ് കൺസെപ്റ്റ്. അങ്ങനെ ആയിരിക്കണം നഗരസഭ അങ്ങനെയാണ് കാണുന്നത്, ജനവും അങ്ങനെ കാണുന്നത്. നടന്ന യോഗത്തിൽ പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട KM ഇസാഖ് ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിച്ചിട്ടില്ല, അവരോടൊന്നും അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ എല്ലാ യോഗത്തിലും അവരെ വിളിക്കുകയും എന്നാൽ ഈ യോഗത്തിൽ നിന്ന് അവരെ വിട്ടുനിർത്തുകയും ചെയ്തത് എന്താണ് ശരിക്കും? നോക്കൂ, അത് ഒഫീഷ്യലാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നഗരസഭയുടെ എന്ന് പറയുമ്പോൾ ആരൊക്കെയുള്ളത്? സത്യത്തിൽ മജിസ്ട്രേറ്റ്, കലക്ടർ, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ PWയുടെ പ്രധാന ഉദ്യോഗസ്ഥൻ, പിന്നെ പോലീസിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥൻ, ദെൻ ചെയർപേഴ്സൺ എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ നഗരസഭ കുറച്ചുകൂടി പിന്നെ മറ്റവരുണ്ട്, ഏതുണ്ട് സ്ഥലം MP സ്ഥലം MLA കൂടിയിട്ടുള്ള ഉള്ള ഒരു ബോഡിയാണ് ഒരു ബോഡി. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ജനാധിപത്യ രീതിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ചെയർ പറഞ്ഞു വൈസയിൽ പങ്കെടുക്കണം, ചെയർ പറഞ്ഞു നമ്മളെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടല്ലോ, ആ സ്റ്റിയറിംഗ് കമ്മിറ്റി നമ്മൾ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു അവരും കൂടി വിപുലീകരിച്ചു. നമ്മളെല്ലാം ഒരു നല്ല മനസ്സോട് കൂടിയിട്ടാണ് ചെയ്തത്, അല്ലാണ്ട് മറ്റാരുമില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കൂ, CPMൻ്റെ പ്രതിനിധി വന്നിട്ടില്ല, CPIയുടെ മറ്റേ വന്നിട്ടില്ല, കോൺഗ്രസിൻ്റെ BJPയുടെ ആരെയും പ്രതിനിധി. കാരണം നമുക്ക് ഒഫീഷ്യൽ റിവ്യൂ മീറ്റിംഗ് ആണിത്. ആ റിവ്യൂ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് വെച്ച് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കും നമ്മൾ കാണിക്കുന്നില്ല 100%. പക്ഷേ സ്വാഭാവികമായിട്ട് ചിലവരൊക്കെ വർത്തമാനത്തിൻ്റെ മുകളിൽ ഇത് 100% രാഷ്ട്രീയത്തിൻ്റെ രീതിയിലാണ് വന്നത്. ഖേദകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പറയാം. അപ്പോൾ എന്തായാലും പുതിയ നിർദ്ദേശം ഈ ബസ്സുകാർ സഹകരിക്കുമെന്നാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സഹകരിക്കട്ടെ. അതായത് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ യാത്രക്കാർക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇന്നത്തെ യോഗത്തിൽ ചെർപ്പളശ്ശേരി നഗരസഭ നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ? B2B അതാ ചെയ്തായിരിക്കണം ചെയർപേഴ്സന്റെ വാചകം. B2B എന്തായാലും B2B യാഥാർത്ഥ്യമാകട്ടെ, കാത്തിരിക്കാം. നിവ ഗോൾഡ്, ചെർപ്പളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.